ഓം ശ്രീകൃഷ്ണായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 32 മത്സ്യാവതാരം. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധത്തിൽ 24-ാം അധ്യായത്തിലാണ് ഈ കഥ വിവരിച്ചിട്ടുള്ളത്. ശ്ലോകം 1 അവതാര പ്രയോജനം സൂചിപ്പിച്ചുകൊണ്ടുള്ള കഥ തുടങ്ങുന്നു. പുരാ ഹയഗ്രീവമഹാസുരേണ ഷഷ്ഠാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വധിത്സഃ കില മത്സ്യരൂപം. പദം പിരിക്കാം. പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ഠ അന്തര അന്ത ഉദ്യത് അകാണ്ഡ കൽപേ നിദ്ര ഉന്മുഖ ബ്രഹ്മ മുഖാത് ഹൃദേഷു വേദേഷു അധിത്സ കില മത്സ്യരൂപം. പുരാ ഹയഗ്രീവ മഹാസുരേണ പണ്ട് ഹയഗ്രീവൻ എന്ന മഹാസുരനാൽ ഷഷ്ടാന്തരാന്തോദ്യത കാണ്ഡകൽപേ ആറാമത്തെ ചാക്ഷുഷ മന്വന്തരത്തിൻ്റെ ഒടുവിലുണ്ടായ നൈമിത്തിക പ്രളയത്തിൽ നിദ്രോദ്മുഖ ബ്രഹ്മമുഖാത് വേദേഷു ഹൃദേഷു ഉറങ്ങാൻ തുടങ്ങുന്ന ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് 4 വേദങ്ങളും അപഹരിക്കപ്പെട്ടപ്പോൾ ത്വം മത്സ്യരൂപം അതിത്സഹ കില നിന്തിരുവടി മത്സ്യശരീരം സ്വീകരിക്കുവാൻ ഇച്ഛിച്ചുവല്ലോ. പണ്ട് 6-ാമത്തെ മന്വന്തരത്തിൻ്റെ അവസാനത്തിൽ പെട്ടെന്നുണ്ടായ പ്രളയകാലത്ത് ഉറങ്ങാൻ ഭാവിക്കുന്ന ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്നും ഹയഗ്രീവ മഹാസുരൻ വേദങ്ങളെ അപഹരിച്ചപ്പോൾ നിന്തിരുവടി മത്സ്യാകൃതിയെ ധരിക്കുന്നതിന് ആഗ്രഹിച്ചു. ആദ്യം ചെറിയ രൂപത്തെ പ്രദർശിപ്പിച്ചിട്ട് വിശ്വരൂപനായ വാമനൻ്റെ ചരിതം കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു. ഇപ്പോൾ അതേപോലെ ചെറിയ രൂപത്തിൽ പ്രകാശിച്ചിട്ട് മഹാരൂപത്തെ അംഗീകരിച്ച മത്സ്യാവതാരത്തെ പറയുന്നു. ബ്രഹ്മാവിൻ്റെ നിദ്ര നിമിത്തമുണ്ടാകുന്ന ലയനത്തിന് നൈമിത്തിക പ്രളയമെന്ന് പറയുന്നു. പുരാ ഹയഗ്രീവ മഹാസുരേണ ഷഷ്ഠാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വധിത്സഃ കില മത്സ്യരൂപം. ശ്ലോകം 2 ഭഗവാൻ എവിടെയാണ് അവതരിച്ചതെന്ന് പറയുന്നു. സത്യവ്രതസ്യ ദ്രമിളാധിഭർത്തുർ നദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വം അദൃശ്യഥാ കശ്ചന ബാലമീന. പദം പിരിക്കാം. സത്യവ്രതസ്യ ദ്രമിള അധിഭർത്തുഃ നദീ ജലേ തർപ്പയതഃ തദാനീം കര അഞ്ജലൗ സഞ്ജ്വലിത ആകൃതിഃ ത്വം അദൃശ്യഥാഃ കശ്ചന ബാലമീനഃ. നദീജലേ തർപ്പയതഃ നദീജലത്തിൽ സന്ധ്യാതർപ്പണം ചെയ്യുന്ന ദ്രവിളാധിഭർത്തുഃ സത്യവ്രതസ്യ കരാഞ്ജലൗ ദ്രവിഡ രാജാവായ സത്യവ്രതൻ്റെ കൈക്കുമ്പിളിൽ തദാനീം സഞ്ജ്വലിതാകൃതിഃ അപ്പോൾ മിന്നിത്തിളങ്ങുന്ന ആകൃതിയിലുള്ള കശ്ചന ബാലമീനഃ ഒരു മത്സ്യക്കുട്ടിയായി ത്വം അദൃശ്യഥാഃ നീന്തിരുവടി കാണപ്പെട്ടു. ആ അവസരത്തിൽ കൃതമാലാ നദിയുടെ ജലത്തിൽ തർപ്പണം ചെയ്തുകൊണ്ടിരുന്ന രാജാവായ സത്യവ്രതൻ്റെ തൊഴുകയിൽ
കോരിയെടുത്ത വെള്ളത്തിൽ നിന്തിരുവടി തേജസ് കൊണ്ട് ജ്വലിക്കുന്ന ആകൃതിയോടുകൂടിയ ഒരു ബാലമത്സ്യമായി കാണപ്പെട്ടു. സത്യവ്രതസ്യ ദ്രമിളാധിഭർത്തുർ നദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വം അദൃശ്യഥാ കശ്ചന ബാലമീന. ശ്ലോകം 3. മത്സ്യരൂപത്തിൻ്റെ ആശ്ചര്യകരമായ വളർച്ചയെ കാണിക്കുന്നു. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്യേംബുപാത്രേണ മുനിഃ സ്വഗേഹം സ്വൽപ്പൈരഹോഭിഃ കലശീം ച കൂപം വാപീം സരശ്ചാനശിഷേ വിഭോ ത്വം. പദം പിരിക്കാം. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്യേ അംബു പാത്രേണ മുനിഃ സ്വഗേഹം സ്വൽപൈഃ അഹോഭിഃ കലശീം ച കൂപം വാപീം സരഃ ച ആനശിഷേ വിഭോ ത്വം. മുനിഃ ജലേ ക്ഷിപ്തം ചകിതം ത്വാം വിലോക്യ. തപസ് അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ആ രാജർഷി നദിയിലെ വെള്ളത്തിലിട്ടപ്പോൾ ഭയപ്പെട്ട നിന്തിരുവടിയെ കണ്ടിട്ട് ത്വാം അംബുപാത്രേണ സ്വഗേഹം നിന്നെ, നിന്തിരുവടിയെ അതായത് ആ മത്സ്യരൂപത്തെ ജലപാത്രത്തിലാക്കി തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. വിഭോ സർവവ്യാപീൻ ത്വം സ്വൽപൈഃ അഹോഭിഃ കലശീം കൂപം വാപീം സരഃ ച ആനശിഷേ. നിന്തിരുവടി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കുടം, പിന്നെ കിണർ, അനന്തരം കുളം, പിന്നീട് സരസ് എന്നിവ നിറഞ്ഞു നിന്നു. മുനി വെള്ളത്തിൽ നിക്ഷേപിച്ചപ്പോൾ നിന്തിരുവടി ഭയപ്പെടുന്നതായി കണ്ടിട്ട് നിന്തിരുവടിയെ ജലപാത്രത്തിലാക്കി തൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. അല്ലയോ വിഭോ, നിന്തിരുവടി ഏതാനും ദിവസങ്ങൾ കൊണ്ട് മുറയ്ക്ക് കുടം, കിണർ, കുളം, തടാകം ഇവ മൂടത്തക്കവണ്ണം വളർന്നു. അപ്പോൾ ഏറ്റവും കരുണാശീലനായ രാജാവിന് മത്സ്യത്തെക്കുറിച്ച് കാരുണ്യം തോന്നാൻ തക്കവിധം ഇങ്ങനെ ഭഗവാൻ പറഞ്ഞു. ദുഃഖിതന്മാരിൽ വാത്സല്യത്തോടു കൂടിയ ഹേ രാജൻ, സ്വജാതികളെ തിന്നുന്ന ജലജന്തുക്കളിൽ നിന്നും ഭയപ്പെട്ട് ദുഃഖിക്കുന്ന എന്നെ ഈ നദിയിലേക്ക് ഉപേക്ഷിക്കരുത്. തന്നെ അനുഗ്രഹിക്കാനായി മത്സ്യരൂപം ധരിച്ചിരിക്കുന്ന ഭഗവാനാണ് എന്ന് അറിയാതെയിരിക്കുന്ന സത്യവ്രതൻ ആ മത്സ്യത്തെ രക്ഷിക്കണമെന്ന് വിചാരിച്ചു. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്യേംബുപാത്രേണ മുനിഃ സ്വഗേഹം സ്വൽപ്പൈരഹോഭിഃ കലശീം ച കൂപം വാപീം സരശ്ചാനശിഷേ വിഭോ ത്വം. ശ്ലോകം 4. യോഗപ്രഭാവാദ്ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പതി ദൃക്ഷുമേനം സപ്താഹമാസ്വേദി വദന്നയാസി. പദം പിരിക്കാം. യോഗ പ്രഭാവാത് ഭവത് ആജ്ഞയാ ഏവ നീതഃ തതഃ ത്വം മുനിനാ പയോധിം പൃഷ്ടഃ അമുനാ കൽപ്പ ദിദൃക്ഷും ഏനം സപ്താഹം ആസ്വ ഇതി വദൻ അയാസീഹി. തതക ഭവദാജ്ഞയാ ഏവ. അനന്തരം നിന്തിരുവടിയുടെ ആജ്ഞയാൽ തന്നെ മുനിന യോഗപ്രഭാവാത് പയോധിം നീതഃ ത്വം
സത്യമുനിയാൽ യോഗശക്തി കൊണ്ട് സമുദ്രത്തിലേക്ക് നയിക്കപ്പെട്ട നിന്തിരുവടി അമുന പൃഷ്ടഃ കൽപ്പദിദൃഷും ഏനം. സത്യവ്രതനാൽ അഭ്യർത്ഥിക്കപ്പെട്ടവനായിട്ട് പ്രളയം കാണാൻ കൊതിക്കുന്ന അദ്ദേഹത്തോട് സപ്താഹം ആസ്വ ഇതി വദൻ അയാസി, 7 ദിവസം കാത്തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മറഞ്ഞുപോയി. അനന്തരം നിന്തിരുവടിയുടെ ആജ്ഞയാൽ തന്നെ ആ മുനി നിന്തിരുവടിയെ യോഗശക്തി കൊണ്ട് സമുദ്രത്തിൽ കൊണ്ടുപോയാക്കി. എന്നിട്ട് കാണുവാൻ ആഗ്രഹിച്ച് അതെന്ന് സാധിക്കുമെന്ന് ചോദിച്ച ആ മുനിയോട് 7 ദിവസം കാത്തിരിക്കണമെന്ന് അരുളി ചെയ്തിട്ട് നിന്തിരുവടി എഴുന്നള്ളി. സത്യവ്രതൻ വിചാരിക്കുന്നു, കാരണജലത്തിൽ ശയിക്കുന്ന നാശരഹിതനായ സാക്ഷാൽ ഭഗവാനാണ് ഇതെന്നും ഭക്തന്മാരായ ജനങ്ങളെ അനുഗ്രഹിപ്പാനായി ജലജന്തുക്കളുടെ സ്വരൂപം ധരിച്ചിരിക്കുന്നു എന്നും നിശ്ചയിക്കുന്നു. ഭാഗവതം 8-ാം സ്കന്ധം 24-ാം അധ്യായത്തിൽ 27-ാമത്തെ ശ്ലോകം. എല്ലാറ്റിനും സമർത്ഥനും ലോകങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ഈശ്വരനുമായ ഹേ പുരുഷോത്തമ, അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്ന ഭക്തന്മാരായ ഞങ്ങൾക്ക് മുഖ്യമായും ആത്മപ്രാപ്തിക്കുള്ള മാർഗം അങ്ങയുടെ കരുണാകടാക്ഷം മാത്രമാണ്. അങ്ങയ്ക്ക് നമസ്കാരം എന്ന് സത്യവ്രതൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ലീലാവതാരങ്ങളെല്ലാം പ്രാണികളുടെ ക്ഷേമത്തിനായിട്ടാണ് സാമാന്യമായി ഞാൻ അറിയുന്നുണ്ടെങ്കിലും ഈ മത്സ്യരൂപം നിന്തിരുവടി ധരിച്ചിരിക്കുന്നത് വിശേഷവിധിയായ ഏതോ ഒരു കാര്യം സാധിപ്പിക്കാനാണെന്ന് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്സ്യം പറയുന്നു, ഈ സ്വരൂപം ഞാൻ ധരിച്ചിരിക്കുന്നതിൻ്റെ പ്രയോജനം പറയുവാൻ ഇന്ന് തുടങ്ങി 7-ാമത്തെ ദിവസത്തിൽ ഈ കാണുന്ന ഭൂമി, സ്വർഗം മുതലായ 3 ലോകങ്ങളും പ്രളയജലത്തിൽ മുങ്ങിപ്പോകും. കാത്തിരിക്കുക. യോഗപ്രഭാവാദ്ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാപയോധിം പൃഷ്ടോ മുനാ കൽപ്പദിദൃക്ഷുമേനം സപ്താഹമാസ്വേതി വദന്നയാസി. ശ്ലോകം 5. സത്യവ്രതനും മറ്റ് ഋഷിമാർകളും പ്രളയജലത്തിൽപ്പെട്ടപ്പോൾ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുന്നു. പ്രാപ്തേ ത്വദുക്തേ ഹനിവാരിധാര പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിः സാർദ്ധമപാരവാരിണി ഉദ്ഘൂർണമാനഃ ശരണം യയൗ ത്വാം. പദം വിരിക്കാം. പ്രാപ്തേ ത്വത് ഉക്തേ അഹനി വാരി ധാര പരിപ്ലുതേ ഭൂമി തലേ മുനീന്ദ്രഃ സപ്ത ഋഷിഭിः സാർദ്ധം അപാര വാരിണി ഉദ്ഘൂർണമാനഃ ശരണം യയൗ ത്വാം. ത്വദുക്തേ അഹനി പ്രാപ്തേ. നിന്തിരുവടി അരുളി ചെയ്ത ദിവസം വന്നപ്പോൾ ഭൂമിതലേ വാരിധാരാ പരിപ്ലുതേ മുനീന്ദ്രഃ സപ്തർഷിഭിः സാർദ്ധം. ഭൂമിയെല്ലാം ജലധാരയിൽ മുങ്ങിപ്പോയപ്പോൾ സത്യവ്രത രാജർഷി സപ്തഋഷികളോടൊപ്പം അപാരവാരിണി ഉത്കൂർണമാനഃ കരകാണാത്ത പ്രളയജലത്തിൽ ചുറ്റിത്തിരിയുന്നവനായിട്ട് ത്വാം ശരണം യയൗ നിന്തിരുവടിയെ ശരണം പ്രാപിച്ചു. നിന്തിരുവടി അരുളി ചെയ്തിരുന്ന സമയം വന്നപ്പോൾ അവിഛിന്നധാരമായി മഴ പെയ്ത് ഭൂമി മുഴുവനും മുങ്ങിയതിനാൽ ആ രാജർഷി സപ്തഋഷികളോടുകൂടി കരകാണാത്ത വെള്ളത്തിൽ ചുറ്റിത്തിരിഞ്ഞു വലഞ്ഞ് ഒടുവിൽ നിന്തിരുവടിയെ ശരണം പ്രാപിച്ചു. പ്രാപ്തേ ത്വദുക്തേ ഹനിവാരിധാര പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര
സപ്തർഷിഭിः സാർദ്ധമപാരവാരിണി ഉദ്ഘൂർണമാനഃ ശരണം യയൗ ത്വാം. ശ്ലോകം 6. ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീമാരുരുഹുസ്തദാ തേ തത്കമ്പകമ്പ്രേഷു ച തേഷു ഭൂയ ത്വമംബുധേരാവിരഭൂർമഹീയാൻ. പദം പിരിക്കാം. ധരാം ത്വത് ആദേശ കരീം അവാപ്താം നൗരൂപിണീം ആരുരുഹുഹു തദാ തേ തത് കമ്പ കമ്പ്രേഷു ച തേഷു ഭൂയഃ ത്വം അംബുധേഃ ആവിരഭൂഹു മഹീയാൻ. തഥാ തേ ത്വദാദേശകരീം. അപ്പോൾ അവർ സത്യവ്രതനും സപ്തഋഷികളും നിന്ദരുപടിയുടെ കൽപ്പനയനുസരിച്ച് നൗരൂപിണിയും അവാപ്താം ധരാം ആരുരുഹുഹു, ഒരു വഞ്ചിയുടെ രൂപമെടുത്ത് വന്നെത്തിയ ഭൂമിയിൽ കയറി, തേഷു തത് കമ്പകമ്പ്രേഷു ച, അവർ ജലവാഹനത്തിൻ്റെ ഇളക്കത്താൽ ഭയന്ന് ഉറച്ചുകൊണ്ട്, ഭൂയഃ ത്വം മഹീയാൻ അംബുധേഃ ആവിരഭൂഹു, വീണ്ടും മത്സ്യമൂർത്തിയായ നിന്തിരുവടി ഏറ്റവും വലിയ ആകൃതി പൂണ്ട് പ്രളയസമുദ്രത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ നിന്തിരുവടിയുടെ നിയോഗത്താൽ തോണിയുടെ ആകൃതി ധരിച്ചു വന്ന ഭൂമിയിൽ അവർ കയറി. വീണ്ടും ആ തോണിയുടെ ഇളക്കം കൊണ്ട് അവർ ഭയാകുലന്മാരായി ചമച്ചപ്പോൾ നിന്തിരുവടി സമുദ്രത്തിൽ നിന്നും മഹത്തരമായ രൂപത്തോടു കൂടി പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മരുദ്രാദികൾക്കും സുഖം നൽകുന്ന ശ്രീഹരിയെ ധ്യാനിച്ച് ആ ഭഗവാൻ നമ്മളെ ഈ സങ്കടങ്ങളിൽ നിന്നും രക്ഷിക്കും, സുഖത്തെ നൽകും എന്ന് ചിന്തിച്ച് ഭഗവാനെ ശരണമടഞ്ഞു. അപ്പോൾ രാജാവിനാൽ നിരന്തരം ധ്യാനിക്കപ്പെട്ട ഭഗവാൻ ഒരു കൊമ്പുള്ളതും സ്വർണവർണ്ണത്തോടു കൂടിയതും 1,00,000 യോജന പരിമാണത്തോടു കൂടിയതുമായ മത്സ്യരൂപമായിട്ട് മഹാസമുദ്രത്തിൽ നിന്നും ഭഗവാൻ പ്രത്യക്ഷനായി. ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീമാരുരുഹുസ്തദാ തേ തത്കമ്പകമ്പ്രേഷു ച തേഷു ഭൂയ ത്വമംബുധേരാവിരഭൂർമഹീയാൻ. ശ്ലോകം 7. ഝഷാകൃതിം യോജനലക്ഷദീർഘാം ദധാനമുച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനയസ്ത്വദുക്ത്യാ ത്വത്തുംഗശൃംഗേ തരണീം ബബന്ധു. പദം പിരിക്കാം. ഝഷ ആകൃതിം യോജന ലക്ഷ ദീർഘാം ദധാനം ഉച്ചൈസ്തര തേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാഃ മുനയഃ ത്വത് ഉക്ത്യാ ത്വത് തുംഗ ശൃംഗേ തരണീം ബബന്ധുഃ. മുനയഃ സത്യവ്രതനും സപ്തഋഷികളും യോജനലക്ഷദീർഘാം ജഷാകൃതിം ദധാനം ഉച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ. 1,00,000 യോജന വിസ്താരമുള്ള മത്സ്യാകൃതിയെ ധരിച്ചവനും അതിമഹാതേജസ്വിയും ആയ നിന്തിരുവടിയെ കണ്ടിട്ട് ആനന്ദത്തിൽ മുഴുകി. ത്വദുക്ത്യാ ത്വത്തുംഗശൃംഗേ തരണീം ബബന്ധുഃ. നിന്തിരുവടിയുടെ കൽപ്പന പ്രകാരം അങ്ങയുടെ ഉയർന്ന കൊമ്പിൽ തോണിയെ ബന്ധിച്ചു. മുനികൾ
1,00,000 യോജന നീളമുള്ള മത്സ്യത്തിൻ്റെ ആകൃതിയെ ധരിച്ചിരിക്കുന്ന അതിതേജസ്വിയായ നീന്തിരുവടിയെ കണ്ടിട്ട് സന്തോഷഭരിതനായിട്ട് നീന്തിരുവടിയുടെ നിയോഗമനുസരിച്ച് ഉന്നതമായ നീന്തിരുവടിയുടെ കൊമ്പിൽ തോണിയെ ബന്ധിച്ചു. झषाकृतिं योजनलक्षदीर्घां दधानमुच्चैस्तरतेजसं त्वां निरीक्ष्य तुष्टा मुनयस्त्वदुक्त्या त्वत्तुङ्गशृङ्गे तरणीं बबन्धु. ശ്ലോകം 8. आकृष्टनौगो मुनिमण्डलाय प्रदर्शयन् विश्वजगद्विभागान् संस्तूयमानो नृवरेण तेन ജ്ഞാനം പരം ചോപദിശന്നജാരി. പദം പിരിക്കാം. ആകൃഷ്ട നൗഗഃ മുനി മണ്ഡലായ പ്രദർശയൻ വിശ്വ ജഗത് വിഭാഗാൻ സംസ്തൂയമാനഃ നിർവരേണ തേന ജ്ഞാനം പരം ച ഉപദിശൻ അജാരീഹി. ത്വം ആകൃഷ്ടനൗകഃ. മത്സ്യമൂർത്തിയായ നീന്തിരുവടി ഭൂമിയാകുന്ന വഞ്ചി യഥേഷ്ടം വലിച്ചു നടന്ന് മുനിമണ്ഡലായ വിശ്വജഗദ്വിഭാഗൻ പ്രദർശയൻ. സത്യവ്രതനും മുനിസമൂഹത്തിനും ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളെയും വേണ്ട പോലെ കാണിച്ചു കൊടുത്തുകൊണ്ട് തേന നിർവരേണ സംസ്തൂയമാനഃ, ആ സത്യവ്രത രാജാവിനാൽ വഴി പോലെ സ്തുതിക്കപ്പെട്ടു. പരംജ്ഞാനം ഉപദിശൻ ച അജാരി, പരമാത്മജ്ഞാനം ഉപദേശിച്ചുകൊണ്ടും സഞ്ചാരം ചെയ്തു. നീന്തിരുവടി തോണിയും വഹിച്ചുകൊണ്ട് മുനിമണ്ഡലത്തിന്, അതായത് സപ്ത ഋഷികൾക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളെയും കാണിച്ചു കൊടുത്തുകൊണ്ടും ആ രാജശ്രേഷ്ഠനാൽ സ്തുതിക്കപ്പെട്ടും അദ്ദേഹത്തിന് ശ്രേഷ്ഠമായ ജ്ഞാനത്തെ ഉപദേശിച്ചുകൊണ്ടും സഞ്ചരിച്ചു. ശ്രീഹരിയാൽ ആജ്ഞാപിക്കപ്പെട്ട വിധത്തിൽ കയറായി ഭവിച്ചിരിക്കുന്ന വാസുകിയെ കൊണ്ട് ആ തോണിയെ മത്സ്യത്തിൻ്റെ കൊമ്പോട് ചേർത്ത് കെട്ടി സന്തോഷപൂർവ്വം ഭഗവാനെ സ്തുതിച്ചു. അഷ്ടമസ്കന്ധം 24-ാം അധ്യായത്തിൽ 46 മുതൽ 53 വരെയുള്ള 8 ശ്ലോകങ്ങളിൽ രാജ സത്യവ്രതൻ ഭഗവാനെ സ്തുതിക്കുന്നത് വിവരിച്ചിട്ടുണ്ട്. അതിനെ ചുരുക്കത്തിൽ നോക്കാം. ഭക്തനായ സത്യവ്രത രാജാവിന് ജ്ഞാനോപദേശം ചെയ്യാൻ ഭഗവാൻ പ്രത്യക്ഷനായി. രാജാവ് ഭഗവാനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹേ ഭഗവാൻ, അനാദിയായ അവിദ്യയുടെ ബോധത്താൽ ആത്മസ്വരൂപബോധമില്ലാതെ വരുന്നു. അതുമൂലം ദേഹ ഇന്ദ്രിയങ്ങളെ ആത്മത്വേന തെറ്റായി ധരിക്കുന്നു. അതിനാൽ പുണ്യപാപങ്ങളും സംസാര ദുഃഖവും അനുഭവിക്കേണ്ടതായും വരുന്നു. എതിർച്ചയ ജീവാത്മാക്കൾക്ക് പുണ്യപരിഭാഗ ഫലമായിട്ട് നീന്തിരുവടിയെ സർവാത്മന ശരണം പ്രാപിക്കാനിട വന്നാൽ അപ്പോൾ മാത്രം അവർ നാശരഹിതമായ പരമാനന്ദത്തെ പ്രാപിക്കുന്നു. വൈരാഗ്യം ലഭിക്കാതെ മുക്തി ലഭിക്കുകയില്ലല്ലോ. അതിനാൽ വൈരാഗ്യം വരുവാൻ അങ്ങയുടെ പാതാരവിന്ദത്തെ സേവിപ്പാനുള്ള ബുദ്ധി തരണം. സ്വർഗത്തിനധീനമായിരിക്കുന്ന ജീവലോകം ആത്മസ്വരൂപത്തെ അറിയായികയാൽ അതിൻ്റെ സ്വരൂപമായ ആനന്ദത്തെ മറന്നിട്ട് ശബ്ദാദി വിഷയങ്ങളെ സുഖാസ്പദമായി ധരിക്കുന്നു. അത് നിമിത്തം അധികം ക്ലേശവും അനുഭവിക്കുന്നു. വെള്ളിയിലും സ്വർണത്തിലും പറ്റിയിരിക്കുന്ന ചളി നിശേഷം നശിക്കണമെങ്കിൽ തീയിലിട്ട് പഴിപ്പിക്കണം. അപ്പോൾ ചളി നിശേഷം നശിച്ച് ശരിയായ നിറമുണ്ടാകും. വെറുതെ കഴുകിയാൽ മാത്രം ശുദ്ധമാകുന്നില്ല. ഇരുട്ടിനെ അകറ്റുവാൻ വെളിച്ചത്തിന് മാത്രമേ ശക്തിയുള്ളൂ. ഇതുപോലെ പല ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമായ വാസനാരൂപമായ ചളി ഹൃദയത്തിൽ വ്യാപിച്ചിരിക്കും. അത് ആത്മസ്വരൂപത്തെ തടസ്സപ്പെടുത്തും. ആ തടസ്സത്തിനെ, അതായത്
അജ്ഞാനത്തിനെ നീക്കുവാൻ നിന്തിരുവടിയുടെ പാതാരവിന്ദ ഭജന സ്വരൂപമായ അഗ്നിയുടെ സഹായത്താൽ നശിപ്പിക്കണം. ആ ഭക്തിയെ ഞങ്ങൾക്ക് നൽകുവാൻ കരുണയുണ്ടാകണം. ഗുരുക്കളുടെ ഗുരുവായ നിന്തിരുവടി ഞങ്ങളുടെ പരമഗുരുവായി ഭവിക്കണം. സർവേശ്വരനും പരമഗുരുവുമായിരിക്കുന്ന നിന്തിരുവടിക്കായിക്കൊണ്ട് ഞാൻ ശരണം പ്രാപിക്കുന്നു. ഈശ്വരൻ തന്നെ ഗുരുവായിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ദൃഷ്ടാന്തം ദൃഷ്ടിഹീനമായ ഒരുവനെ മാർഗത്തിൽ കൂടി നടത്തുന്നതിന് അതുപോലെ ദൃഷ്ടിഹീനനായ മറ്റൊരുവനെ നിശ്ചയിച്ചാൽ രണ്ടുപേരും വഴിതെറ്റി വീഴും. അതുപോലെ ആചാര്യൻ അറിവുള്ളവനായിരിക്കണം. അതുകൊണ്ട് ആത്മസ്വരൂപത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് സൂര്യൻ എന്ന പോലെ സ്വതേ പ്രകാശമുള്ളവനായ ഞങ്ങളുടെ സർവ ഇന്ദ്രിയങ്ങളെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നിന്തിരുവടിയെ ഗുരുവായി വരിച്ചിരിക്കുന്നു. എന്നാൽ നിന്തിരുവടി സർവലോകത്തിൻ്റെ സുഹൃത്തും പ്രിയനും ഈശ്വരനും ആത്മാവും അഭിഷ്ടത്തെ സാധിപ്പിക്കുന്നവനും ചൈതന്യസ്വരൂപനും ഉപദേഷ്ടാവുമാകുന്നു. എന്നാൽ ചില ജനങ്ങൾ ഭഗവാനെ തന്നെ ഭജിക്കാതിരിക്കുന്നതിനെന്ത് കാരണം? രാജാവിൻ്റെ അഭിപ്രായം അജ്ഞാനം നിമിത്തമാണ്. സർവാഭിഷ്ടത്തെ സാധിപ്പിക്കുന്ന പരിശുദ്ധജ്ഞാനം ഭഗവാന്റെ സ്വരൂപമാകുന്നു. ആ അറിവ് തന്നെയാണ് ആത്മാവായി സർവരിലും വ്യാപിച്ചിരിക്കുന്നത്. ഈ പരമാർത്ഥത്തെ അനുഭവരൂപത്തിൽ വരുത്തുന്നതും ഭഗവാൻ തന്നെയാണ്. ശിഷ്യന് വേണ്ടുന്ന ആത്മജ്ഞാനത്തെ നൽകുന്ന പരമഗുരു നിന്തിരുവടി തന്നെയാകുന്നു. ഈ അറിവില്ലാത്ത ജനങ്ങൾ ദേഹേന്ദ്രിയങ്ങളെ ആത്മാവെന്ന് ധരിക്കുന്നു. അതിനാൽ ആത്മസ്വരൂപത്തോടു കൂടിയ ഹൃദയത്തിലിരിക്കുന്ന അങ്ങയെ അറിയുന്നില്ല. ഞാനാകട്ടെ ജ്ഞാനോപദേശം ചെയ്യണമെന്ന് പ്രാർത്ഥനയോടുകൂടി നിന്തിരുവടിയെ തന്നെ ശരണം പ്രാപിക്കുന്നു. അപ്രകാരം പ്രാർത്ഥിച്ച രാജാവിനോട് മത്സ്യാകൃതിയോടുകൂടി പ്രളയസമുദ്രത്തിൽ വിഹരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ ശ്രീനാരായണൻ പരമാത്മതത്വത്തെ ഉപദേശിച്ചു. അതായത് ശ്രേഷ്ഠമായ ജ്ഞാനത്തെ ഉപദേശിച്ചു. ഉപദേശം എന്തായിരുന്നുവെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. മത്സ്യമൂർത്തിയായ ഭഗവാൻ ആത്മരഹസ്യം മുഴുവനും അടങ്ങിയതും ജ്ഞാനം, ഭക്തി, കർമ്മം എന്നിവയുടെ സ്വരൂപങ്ങൾ പ്രതിപാദിക്കുന്നതും ദേവനായ ഭഗവാനാൽ പറയപ്പെട്ടതാകയാൽ ദിവ്യമായിരിക്കുന്ന പുരാതന സംഹിതയെ രാജാവായ സത്യവ്രതന് ഉപദേശിച്ചു. ആകൃഷ്ടനൗഗോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നജാരി. ശ്ലോകം 9. കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വദാഖ്യം അനുമാദധാന ക്രോധാത് ഹയഗ്രീവമഭിദ്രുതോ ഭൂ. പദം പിരിക്കാം. കൽപ്പ അവധൗ സപ്ത മുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രത ഭൂമിപം തം വൈവസ്വത ആഖ്യം മനും ആദധാനഃ ക്രോധാത് ഹയഗ്രീവം അഭിദ്രുതഃ അഭൂഹു. ത്വം കൽപ്പാവതൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ. നിന്തിരുവടി പ്രളയാവസാനത്തിൽ സപ്തഋഷികളെ പണ്ടത്തെ പോലെ അതാത് സ്ഥാനത്ത് ഉറപ്പിച്ച് തം സത്യവ്രതഭൂമിപം വൈവസ്വതാക്യം മനും ആദദാനഃ. ആ സത്യവ്രത രാജാവിനെ വൈവസ്വത മനുവാക്കി പ്രതിഷ്ഠിക്കുന്നവനായിട്ട് ക്രോധാത് ഹയഗ്രീവം അഭിദ്രുതഃ അഭൂഹു. വേദ അപഹരണജന്യമായ കോപത്താൽ ഹയഗ്രീവൻ്റെ നേരെ പാഞ്ഞളഞ്ഞു.
പ്രളയം കഴിഞ്ഞ് നിന്തിരുവടി സപ്തഋഷികളെ മുമ്പിലത്തെ പോലെ അവരുടെ സ്ഥാനങ്ങളിലേക്ക് അയക്കുകയും ആ സത്യവ്രത രാജാവിനെ വൈവസ്വതൻ എന്നു പേരുള്ള മനുവാക്കുകയും ചെയ്തിട്ട് കോപത്തോടു കൂടി ഹയഗ്രീവാസുരനെ എതിർത്ത് പാഞ്ഞു. മത്സ്യമൂർത്തിയായ ശ്രീഹരി ഹയഗ്രീവാസുരനെ ഹനിച്ചിട്ട് വീണ്ടെടുത്ത വേദങ്ങളെ മുമ്പത്തെ പ്രളയം കഴിഞ്ഞ ശേഷം ശയനത്തിൽ നിന്നും എഴുന്നേറ്റിരിക്കുന്ന ബ്രഹ്മാവിന് നൽകി. ശാസ്ത്രജ്ഞാനവും ആത്മസാക്ഷാത്കാരവും ലഭിച്ച ആ സത്യവ്രത രാജാവ് ഈ കൽപ്പത്തിൽ ശ്രീ വിഷ്ണുപ്രസാദം നിമിത്തം സൂര്യപുത്രനായ ശ്രാദ്ധദേവനെന്ന് സുപ്രസിദ്ധനായ മനുവായി ഭവിച്ചു. സത്യഹൃദനായ രാജർഷിയും മായാമത്സ്യമൂർത്തിയായ ശ്രീഹരിയും തമ്മിലുണ്ടായ സംഭാഷണ രൂപമായ ഈ മത്സ്യപുരാണത്തെ കേൾക്കുന്ന മനുഷ്യൻ പാപത്തിൽ നിന്നും മുക്തനാവും. സർവപാപങ്ങളെ സംഹരിക്കുന്ന ശ്രീഹരിയുടെ ഈ അവതാരചരിതം യാതൊരു മനുഷ്യൻ നിത്യവും കീർത്തിക്കുന്നുവോ അവൻ്റെ മനോരഥങ്ങൾ സർവവും സാധിക്കും. മരണാനന്തരം അവൻ ഭഗവത് സായുജ്യത്തെയും അതായത് പരമഗതിയെയും പ്രാപിക്കും എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വദാഖ്യം മനുമാദധാന ക്രോധാത് ഹയഗ്രീവമഭിദ്രുതോ ഭൂ. ശ്ലോകം 10. ഭഗവാൻ ഹയഗ്രീവനെ നിഗ്രഹിച്ച് വേദോദ്ധരണം നിർവഹിക്കുന്നു. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാന പ്രഭഞ്ജനാഗാരപദേ പ്രപായാം. പദം പിരിക്കാം. സ്വതുംഗ ശൃംഗ ക്ഷത വക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീത ഹൃദേ ദദാനഃ പ്രഭഞ്ജന ആകാര പദേ പ്രഭായാഃ. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം ദൈത്യം. തൻ്റെ ഉയർന്ന കൊമ്പുകൊണ്ട് പിളർക്കപ്പെട്ട മാറിടത്തോടു കൂടിയവനാക്കി ആ ഹയഗ്രീവ മഹാസുരനെ വീഴ്ത്തിയിട്ട് നിഗമാൻ ഗൃഹീത്വ വേദങ്ങളെ വീണ്ടെടുത്ത് പ്രീതഹൃദേ വിരിഞ്ചയെ ദദാനഃ ത്വം സന്തുഷ്ടചിത്തനായ ബ്രഹ്മാവിന് കൊടുത്തവനായ നിന്തിരുവടി പ്രപഞ്ചനാകാരപദേ. അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, മാം പ്രഭായാഹ, എന്നെ ദുഃഖങ്ങൾ തീർത്ത് രക്ഷിക്കണമേ. നിന്തിരുവടി തൻ്റെ ഉന്നതങ്ങളായ കൊമ്പുകളെ കൊണ്ട് മാറിൽ കുത്തി മുറിവേൽപ്പിച്ച ആ മഹാസുരനെ വീഴ്ത്തി വേദങ്ങളെ വീണ്ടെടുത്ത് സന്തുഷ്ടഹൃദയനായ ബ്രഹ്മാവിന് കൊടുത്തു. അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണമേ. രാത്രി ആഗമിച്ചതിനാൽ സൃഷ്ടി സാമർഥ്യം കുറഞ്ഞിരിക്കുന്ന ബ്രഹ്മദേവൻ പ്രളയജലത്തിൽ ശയിക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ മുഖങ്ങളിൽ നിന്നും പുറത്തേക്ക് വന്ന വേദദേവതകളെ അപഹരിച്ച അസുരനെ ഹരിച്ച് വേദങ്ങളെ വീണ്ടെടുത്ത് ബ്രഹ്മാവിനായി സമർപ്പിച്ചു. ആ ഭഗവാൻ സത്യവ്രത രാജാവിനും സപ്തഋഷികൾക്കും ആത്മതത്വത്തെ പ്രതിപാദിക്കുന്ന മത്സ്യപുരാണ സംഹിതയെ ഉപദേശിച്ചുവോ സകലത്തിനും മൂലകാരണവും മായാ മത്സ്യരൂപിയുമായ ആ ശ്രീഹരിയെ ഞാൻ നമസ്കരിക്കുന്നു. ബ്രഹ്മാവിനെ സന്തോഷിപ്പിച്ച ശ്രീ ഗുരുവായൂരപ്പ, എന്നെയും സന്തോഷിപ്പിക്കണമേ. അത്യുന്നതമായ ക്ലേശം സഹിച്ചും ഏത് രൂപവും സ്വീകരിച്ചും തൻ്റെ ഭക്തന്മാരെ രക്ഷിക്കുന്നതിൽ തൽപരനായ ഭഗവാനെ, എൻ്റെ രോഗം അവിടത്തേക്ക് എത്ര നിസ്സാരമാണ്. അങ്ങനെയിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പ, എന്നെയും രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് ഭട്ടതിരി പ്രാർത്ഥിക്കുന്നു. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം
നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാന പ്രഭഞ്ജനാഗാരപദേ പ്രഭായാം. സ്വയം എന്ത് ക്ലേശം സഹിച്ചും ദുഃഖിതന്മാരായ ഭക്തജനങ്ങൾക്ക് ദുഃഖ നിവാരണം നൽകുന്നവനാണല്ലോ നിന്തിരുവടി. തുച്ഛമായ മത്സ്യരൂപം അവലംബിച്ചത് അത്രയും ദയാലുവായ നിന്തിരുവടിക്ക് കഷ്ടപ്പെടുന്ന എന്നെയും രക്ഷിക്കുവാൻ തോന്നണമേ. പാരായണം ദശകം 32 മത്സ്യാവതാരം. പുരാഹയഗ്രീവ മഹാസുരേണ ഷഷ്ഠാന്തരാന്തോദ്യതകാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വധിത്സഃ കില മത്സ്യരൂപം സത്യവ്രതസ്യ ദ്രമിളാധിഭർത്തുർ നദീജലേ തർപ്പയതസ്തദാനീം കരാഞ്ജലൗ സഞ്ജ്വലിതാകൃതിസ്ത്വം അദൃശ്യഥാ കശ്ചന ബാലമീന ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്യേംബുപാത്രേണ മുനിഃ സ്വഗേഹം സ്വൽപ്പൈരഹോഭിഃ കലശീം ച കൂപം വാപീം സരശ്ചാനശിഷേ വിഭോ ത്വം യോഗപ്രഭാവാദ്ഭവദാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പതി ദൃക്ഷുമേനം സപ്താഹമാസ്വേദി വദന്നയാസി പ്രാപ്തേ ത്വദുക്തേ ഹനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിः സാർദ്ധമപാരവാരിണി ഉദ്ഘൂർണമാനഃ ശരണം യയൗ ത്വാം ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീമാരുരുഹുസ്തദാ തേ തത്കമ്പകമ്പ്രേഷു ച തേഷു ഭൂയാ ത്വമംബുധേരാവിരഭൂർമഹീയാൻ ഝഷാകൃതിം യോജനലക്ഷദീർഘാം ദധാനമുച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനയസ്ത്വദുക്ത്യാ ത്വത്തുംഗശൃംഗേ തരണീം ബബന്ധു ആകൃഷ്ടനൗഗോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നജാരി കൽപ്പാവധൗ സപ്തമുനീൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിപം തം വൈവസ്വദാഖ്യം മനുമാദധാന ക്രോധാത് ഹയഗ്രീവമഭിദ്രുതോ ഭൂ സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാന പ്രഭഞ്ജനാഗാരപദേ പ്രഭായാം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.